ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 3rd ചാപ്റ്ററായ ലാൻഡ് ഗ്രാൻഡ്സ് ആൻഡ് ദ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ആ ഒരു കാലത്തെ ഇന്ത്യൻ ഗ്രാൻഡ്സ്, അതായത് ലാൻഡ് ഗ്രാൻഡ്സ് ആണ്, അതായത് ഭൂമിദാനവും അതുപോലെ തന്നെ അന്നത്തെ കാലത്തെ ഇന്ത്യൻ സൊസൈറ്റി, ആ ഒരു ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു കാലത്ത് നിന്നിരുന്ന കുറച്ച് എംപേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, കുറച്ച് രാജവംശങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കുഷാനാസ്, ഗുപ്താസ്, ശകാസ്, വഖതാക്കാസ്, ശതവാഹനാസ്, ചോളാസ്, ചെരാസ്, പാണ്ഡ്യാസ്. അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു എംപയറിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാലത്തെ ആ ഒരു ലാൻഡ് ഗ്രാൻഡ്സിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ലാൻഡ് ഗ്രാൻഡ്സ് എന്താണെന്ന് നോക്കാം. Among these dynasties, the Shadavahanas, who ruled the Deccan region, started the practice of giving land grants to please the Brahmins who were dominant in the society. This system became widespread under the Guptas, who came to power in Patliputra by the beginning of the 4th century CE. അപ്പോൾ മുകളിൽ കണ്ട ഡൈനാസ്റ്റി, ആ ഒരു മാപ്പിൽ കണ്ട ഡൈനാസ്റ്റികളിൽ ശതവാഹനാസ് എന്ന് പറയുന്ന ആ ഒരു ഡെക്കാൻ റീജിയനിൽ ഭരിച്ചുകൊണ്ടിരുന്ന ശതവാഹനാസ് എന്ന് പറയുന്ന രാജവംശം അല്ലെങ്കിൽ ഡൈനാസ്റ്റി എന്താ ചെയ്തത്? അവരെ ആ ഒരു ലാൻഡ് ഗ്രാൻഡ്സ്, അതായത് ബ്രാഹ്മിൻസിന് ഭൂമി ദാനമായിട്ട് കൊടുക്കുന്ന ആ ഒരു സമ്പ്രദായം തുടങ്ങിയാണ്. ലാൻഡ് ഗ്രാൻഡ്സ് എന്ന് പറയുന്ന സമ്പ്രദായം തുടങ്ങിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ബ്രാഹ്മിൻസ് എന്ന് പറയുന്നത് എന്താണ്, സൊസൈറ്റിയിൽ ഡോമിനൻ്റ് ആയിട്ട് വരികയാണ്. ദിസ് സിസ്റ്റം became widespread under the Guptas, who came to power in Patliputra by the beginning of the 4th century CE. അപ്പോൾ ഈ ശതവാഹനാസ് തുടങ്ങി വെച്ച ആ ഒരു ലാൻഡ് ഗ്രാൻഡ്സ് അല്ലെങ്കിൽ ഭൂമി ദാനം കൊടുക്കുന്ന ഒരു സമ്പ്രദായം അതിനുശേഷം ഗുപ്താസ് എന്ത് ചെയ്യുകയാണ്, ആ ഒരു പാട്ലിപുത്രം കേന്ദ്രമാക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഗുപ്താസ് എന്ന് പറയുന്ന ഡൈനാസ്റ്റി 4ാം സെഞ്ചുറി BC കുറച്ചുകൂടെ വൈഡ് സ്പ്രെഡ് ആക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ശതവാഹനാസിൻ്റെയും ഗുപ്താസിൻ്റെയും ആ ഒരു ലാൻഡ് ഗ്രാൻഡ്സിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ആദ്യമായിട്ട് ലാൻഡ് ഗ്രാൻഡ്സ് തുടങ്ങുന്നത് ആ ഒരു ഡെക്കാൻ റീജിയൻ ഭരിച്ചുകൊണ്ടിരുന്ന ശതവാഹനാസ് ആണ്. അതിനുശേഷം 4th century CE ആയപ്പോൾ എന്താണ്, പാട്ലിപുത്രം കേന്ദ്രമായി ഭരിച്ചുകൊണ്ടിരുന്ന ഗുപ്താസും ലാൻഡ് ഗ്രാൻഡ്സ് തുടങ്ങിയാണ്. അപ്പോൾ ആ രണ്ട് ലാൻഡ് ഗ്രാൻഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ശതവാഹനാസിൻ്റെ ലാൻഡ് ഗ്രാൻഡ്സിലെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. റൈറ്റ് ടു ദ റിസോഴ്സ് ഓഫ് ദ ലാൻഡ് റിസോഴ്സസ് ഓഫ് ദ ലാൻഡ് വാസ് ഓൺലി ഗിവൺ. എന്താണ്, ആ ഒരു ലാൻഡിലെ, അതായത് ലാൻഡ് ഗ്രാൻഡ് ആയിട്ട് കൊടുക്കുമ്പോൾ, അതായത് ഭൂമിദാനമായിട്ട് കൊടുക്കുമ്പോൾ ആ ലാൻഡിലെ റിസോഴ്സ്, ആ ഒരു വിഭവങ്ങൾക്ക് മേലിൽ മാത്രമായിരുന്നു അധികാരം കൊടുത്തിരുന്നത്. ശതവാഹനാസ് അല്ലെങ്കിൽ ശതവാഹന പീരീഡിൽ എന്താണ്, ആ ഒരു റിസോഴ്സസിന് മേലിൽ മാത്രമായിരുന്നു അധികാരം കൊടുത്തിരുന്നത്. അടുത്ത ഗുപ്താസിനെ നോക്കുകയാണെങ്കിൽ എലോങ് വിത്ത് ദ റിസോഴ്സ് ഓഫ് ദ ലാൻഡ് റൈറ്റ് ഓഫ് ദ പീപ്പിൾ ലിവിങ് ദെയർ വാസ് ഓൾസോ ട്രാൻസ്ഫേർഡ്. അപ്പോൾ എന്താണ്, ആ ഒരു ഗുപ്താസിൻ്റെ കാലത്തേക്ക് എത്തിയപ്പോൾ ആ ഒരു റിസോഴ്സ്, ആ ഒരു ലാൻഡിലുണ്ടായിരുന്ന വിഭവങ്ങൾ മാത്രമല്ല, അതിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ മേലിലും ഉള്ള അവകാശം ആർക്ക് കൊടുക്കുകയാണ്, ആ ഒരു ലാൻഡ് ഗ്രാൻഡ് കിട്ടപ്പെട്ട ആൾക്ക് കിട്ടുകയാണ്. അതായത് ശതവാഹനാസിൽ നമ്മളൊരാൾക്ക് ലാൻഡ് കൊടുക്കുമ്പോൾ ആ കിട്ടിയ ആൾക്ക് എന്താണ്, ആ ഒരു റിസോഴ്സ് യൂസ് ചെയ്യാൻ, ആ ഒരു ഭൂമിനകത്തുണ്ടാകുന്ന വിഭവങ്ങൾ യൂസ് ചെയ്യാൻ മാത്രമായിരുന്നു അധികാരമെങ്കിൽ ഗുപ്താസിലേക്ക് വന്നപ്പോൾ ആ വിഭവങ്ങൾക്ക് പുറമേ എന്താണ്, അതിനകത്ത് താമസിച്ചിരുന്ന ആളുകൾക്ക് മേലും അധികാരം കിട്ടുകയാണ്. Let's look at the changes brought about by the land grants during the Gupta period. അപ്പോൾ ഗുപ്ത പീരീഡിലേക്ക് എത്തിയപ്പോൾ ഈ ലാൻഡ് ഗ്രാൻഡ്സിലുണ്ടായ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് നോക്കാം. The king's authority over the donated land gradually declined. അപ്പോൾ ഗുപ്ത പീരീഡിലേക്ക് എത്തിയപ്പോൾ ആ ഒരു ഡൊണേഷൻ കൊടുത്ത ലാൻഡിന്, അതായത് ഇപ്പോൾ ഒരാൾക്ക് ഡൊണേഷൻ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ലാൻഡ് ഗ്രാൻഡായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കപ്പെട്ട ലാൻഡിന് മുകളിലുള്ള രാജാവിൻ്റെ അധികാരം കുറയുകയാണ്. കാരണം അറിയാമല്ലോ, ആ ഒരു റിസോഴ്സിനും അതുപോലെ തന്നെ ആ ജനങ്ങൾക്ക് മേലിലും അധികാരം കിട്ടുന്നതുകൊണ്ട് എന്താണ്, ആ രാജാവിന് ആ ഒരു ലാൻഡിലുള്ള അധികാരം കുറയുകയാണ്, ഡിക്ലൈൻ ചെയ്യുകയാണ്. The right to collect taxes and administer justice over the donated land was transferred along the ownership of the land. അതായത് ഒരാൾക്ക് ലാൻഡ് കൊടുക്കുന്നതോടുകൂടി അതിൻ്റെ ഉടമസ്ഥാവകാശത്തിനോടൊപ്പം അതിനകത്ത് നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനും അവിടുത്തെ കാര്യങ്ങൾ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനും, അതായത് നീതിന്യായം നടപ്പാക്കാനുമുള്ള അധികാരം കൂടി ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. അതായത് ഓണർഷിപ്പ് മാത്രമല്ല, അതിനകത്ത് നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ നീതിന്യായം നടപ്പാക്കാനുമുള്ള അധികാരം, ജസ്റ്റിസ് അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള അധികാരം കൂടി ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. Those who received the land grants also got the right to grant the land to someone else. അതായത് ഭൂമിദാനം കിട്ടിയ ആൾക്ക് ആ ലാൻഡ് വീണ്ടും വേറൊരാൾക്കെങ്കിലും കൊടുക്കാനുള്ള അധികാരവും ഉണ്ടായിരുന്നു. In course of time, the king and the nobles began to give land grants instead of cash as remuneration for the services they received. അപ്പോൾ എന്താണ്, കാലം കഴിഞ്ഞപ്പോൾ രാജാവും അതുപോലെ തന്നെ പ്രഭുക്കന്മാരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ആ ഒരു തങ്ങൾക്ക് കിട്ടിയ സേവനങ്ങൾക്ക് ക്യാഷിന് പകരം ആ ഒരു ലാൻഡ് ഗ്രാൻഡായിട്ട് കൊടുക്കാൻ തുടങ്ങി. അതായത് പണം കൊടുക്കുന്നതിന് പകരം എന്താണ്, ഭൂമി ദാനമായിട്ട് കൊടുക്കുന്ന പരിപാടി ആരംഭിച്ചു. Although most of the land grants were received by the Brahmins, gradually other sections also started receiving land as grant.
അപ്പോൾ എന്താണ് ആദ്യമൊക്കെ ബ്രാഹ്മിൻസിന് മാത്രമായിരുന്നു ലാൻഡ് ഗ്രാൻസ് ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ പിന്നീട് ബാക്കിയുള്ള സെക്ഷനിലുള്ള ആൾക്കാർക്കും കൂടി എന്താണ് ലാൻഡ് ഗ്രാൻസ് കിട്ടിത്തുടങ്ങി. With the widespread practice of land grants, a powerful section of the landowners with immense wealth and influence was formed in the society. Those who worked on the land became rightless dependents of the landlord. In such a system, the farmers, the agricultural laborers, and the slaves were bound to the land. They lived and died in the same soil where they were born. They labored throughout their life for their masters. In addition to taxes, these people from the lower stratum of the society had to provide free services to the upper strata. This system has been called Indian feudalism. During this period, there was remarkable improvements in the agriculture sector. എന്താണ് ആ ഒരു ലാൻഡ് ഗ്രാൻസ് വൈഡ് സ്പ്രെഡ് ആയതോടുകൂടി ഒരു കിങ്ങിന് പുറമെ ഒരു പവർഫുള്ളായ സെക്ഷൻ, ലാൻഡ് ഓണേഴ്സിൻ്റെ ഒരു പവർഫുള്ളായ സെക്ഷനും കൂടി എമേർജ് ചെയ്ത് വന്നു. ഒരുപാട് വെൽത്തും ഇൻഫ്ലുവൻസും ഒക്കെ ഉള്ള ഒരു പവർഫുൾ സെക്ഷൻ കൂടി, ആ ഒരു ലാൻഡ് ഓണേഴ്സ് എന്ന് പറയുന്ന പവർഫുൾ സെക്ഷൻ കൂടി എമേർജ് ചെയ്ത് വന്നു. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായി റൈറ്റ്ലെസ് ഡിപ്പെൻഡൻസ് ആയി, അതായത് ലാൻഡ് ലോഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന റൈറ്റ്ലെസ് ആയിട്ടുള്ള ആൾക്കാരായി മാറി, അവകാശങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരായിട്ട് മാറി. ആ ഒരു സിസ്റ്റത്തിൽ എന്തായിരുന്നു, ഫാർമേഴ്സ് എന്ന് പറയുന്ന അഗ്രികൾച്ചർ ലേബേഴ്സ്, അതായത് ആ ഒരു ലാൻഡിൽ ആ ഒരു സ്ലേവ്സിനെ പോലെ ജോലി ചെയ്യേണ്ട ഒരവസ്ഥയുണ്ടായി. അതായത് അവരവിടെ ജനിച്ച് മരിച്ച് ജോലി ചെയ്യണം, അങ്ങനെയുള്ള രീതിയായി. ദ ലേബർ തോട്ട് ദ ലൈഫ് ദേ ലേബർ ത്രൂ ഔട്ട് ദ ലൈഫ് ഫോർ ദ മാസ്റ്റേഴ്സ്. അപ്പോൾ അവരുടെ ജീവിതകാലം ഉടനീളം ആ ഒരു മാസ്റ്ററിന് വേണ്ടി ജോലി ചെയ്യണം. ഇൻ അഡീഷൻ ടു ടാക്സസ്, ദീസ് പീപ്പിൾ ഫ്രം ദ ലോവർ സ്ട്രാറ്റം ഓഫ് ദ സൊസൈറ്റി ഹാഡ് ടു പ്രൊവൈഡ് ഫ്രീ സർവീസ് ടു ദ അപ്പർ സ്ട്രാറ്റം. ടാക്സിന് പുറമെ ഈ ഒരു ലോവർ സ്ട്രാറ്റം, ആ ഒരു താഴത്തെ നിലയിൽ ഉണ്ടായിരുന്നവർ എന്ത് ചെയ്യേണ്ടി വന്നു, ആ ഒരു അപ്പർ സ്ട്രാറ്റത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫ്രീ സർവീസ്, അതായത് സൗജന്യമായിട്ട് തൊഴിലുകളും സർവീസുകളും ചെയ്തു കൊടുക്കേണ്ട അവസ്ഥയും വന്നു. ദിസ് സിസ്റ്റം ഹാസ് ബിൻ കോൾഡ് ഇന്ത്യൻ ഫ്യൂഡലിസം. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് വിളിക്കുന്നത്. ഡ്യൂറിങ് ദിസ് പീരീഡ് ദർ വാസ് എ റിമാർക്കബിൾ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്തുണ്ടായി, ഒരു അഗ്രികൾച്ചർ സെക്ടറിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി വരികയാണ്. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് കാരണമാണ് ആ ഒരു അഗ്രികൾച്ചർ സ്പ്രെഡ് ആയതെന്ന് നമുക്ക് നോക്കാം. Even the uncultivated areas were made suitable for the agriculture. ആദ്യ പോയിന്റ് എന്ന് പറയുന്നത് അൺകൾട്ടിവേറ്റഡ് ആയിരുന്ന ഏരിയകൾ പോലും, അതായത് കൃഷി ചെയ്യാതിരുന്ന ഏരിയകൾ പോലും എന്തായി, കൃഷിക്ക് അനുയോജ്യമായി മാറ്റി. ദ ന്യൂ സോഷ്യൽ സിസ്റ്റം പ്രൊവൈഡ് സഫീഷ്യൻറ്റ് ലേബർ ഫോഴ്സ് ഫോർ അഗ്രികൾച്ചർ. അപ്പോൾ ഈ ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥ ആ ഒരു കൃഷിക്ക് ആവശ്യമായ ഒരു ലേബർ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്തതായിരുന്നു. ദ നോളജ് ഓഫ് ബ്രാഹ്മിൻസ് അബൌട്ട് അഗ്രികൾച്ചർ ടെക്നോളജി ആൻഡ് ക്ലൈമറ്റ്. അപ്പോൾ കാലത്ത് ബ്രാഹ്മിൻസിനിടയിലുണ്ടായിരുന്ന ആ ഒരു കൃഷിയെ പറ്റിയുള്ള അറിവും അതുപോലെ തന്നെ കാലാവസ്ഥയെ പറ്റിയുള്ള അറിവും ഈ ഒരു കൃഷിക്ക് സഹായകമായി. ഡിഫറെൻറ്റ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അതായത് മറ്റ് പല ജലസേചന മാർഗ്ഗങ്ങളും വന്നതോടുകൂടി അതും കൃഷിയെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യമായി. പ്രധാനപ്പെട്ട ആ ഒരു ഇറിഗേഷൻ ഫെസിലിറ്റീസാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗുപ്ത കാലഘട്ടത്തിലെ. അപ്പോൾ ആദ്യത്തെ കനാൽസ് ആണ്. വാട്ടർ റേസ് ഫ്രം ഫെൽസ് റീച്ച്ഡ് ഫാം ലാൻഡ് ത്രൂ ചാനൽസ്. അപ്പോൾ കിണറുകളിൽ നിന്ന് കോരിയിരുന്ന വെള്ളം എന്തായി, ചാനലുകൾ വഴി, കനാലുകൾ വഴി എന്താണ് ആ ഒരു കൃഷി ഫീൽഡുകളിലേക്ക് എത്തുകയാണ്. അതാണ് ആദ്യത്തെ സോഴ്സ് ഓഫ് അല്ലെങ്കിൽ ഇറിഗേഷൻ ഫെസിലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. രണ്ടാമത്തെ ടാങ്ക് അല്ലെങ്കിൽ വാട്ടർ റിസർവിയർ ആണ്. റെയിൻ വാട്ടർ വാസ് കളക്റ്റഡ് ആൻഡ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ. മഴവെള്ളം എന്ത് ചെയ്തു, സംഭരിച്ച് കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചു. വാട്ടർ റിസർവിയേഴ്സ് ബിൽറ്റ് ഇൻ സൗത്ത് ഇന്ത്യ. പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള വാട്ടർ റിസർവിയേഴ്സ് കാണുന്ന എവിടെയാണ്, സൗത്ത് ഇന്ത്യയിലാണ്. ടാങ്ക്സ് വർ കൺസ്ട്രക്റ്റഡ് ഇൻ നോർത്ത് ഇന്ത്യ. ഇനി പ്രധാനമായിട്ടും ടാങ്ക്സുകൾ കാണുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. അതായത് ടാങ്കുകൾ കാണുന്നത് നോർത്ത് ഇന്ത്യയിലും വാട്ടർ റിസർവിയേഴ്സ് കാണുന്നത് സൗത്ത് ഇന്ത്യയിലുമാണ് പ്രധാനമായിട്ടും. ഘടിയന്ത്ര, പോട്ട്സ് വെർ അറ്റാച്ച്ഡ് ടു എ വീൽ. When the wheel is rotated, the pots are filled with from the source and emptied into the field. അപ്പോൾ എന്താണ് ആ ഒരു ഘടിയന്ത്ര എന്ന് പറയുമ്പോൾ, ആ ഒരു ചക്രത്തിനകത്ത് ഈ ഒരു കുടങ്ങൾ കെട്ടിവെച്ചേക്കും. അതിൽ ഇങ്ങനെ കറക്കുമ്പോൾ, ആ ചക്രം കറക്കുമ്പോൾ അതിനകത്ത് നിന്ന് വെള്ളം കോരി ആ ഒരു ഫാം ലാൻഡിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. റെയിൻ വാട്ടർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് വാട്ടർ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് റെയിൻ വാട്ടർ ആണല്ലോ. ആ റെയിൻ വാട്ടർ. പിന്നെ ഡാംസ് പണിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കന്ദഗുപ്ത റീബിൽഡ് ലൈക്ക് സുദർശന ലേക്ക് ഇൻ ഗുജറാത്ത്. അപ്പോൾ എന്താണ്, ഡാംസുകൾ പുതുക്കി പണിയുകയും ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായതോടുകൂടി അതും ഇറിഗേഷൻ ഫെസിലിറ്റിക്ക് സാധ്യമായി. ക്രാഫ്റ്റ്സ് ആൻഡ് ട്രേഡ്. എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ദാറ്റ് റിസൾട്ടഡ് from land grants led to the growth of non-agricultural activities too. People took the different crafts in order to make living. The literary works and articrafts of this period give us information regarding the crafts of the people. Given below is the information regarding the articrafts received from the excavation sites of the corresponding to the period. അപ്പോൾ എന്താണ് ആ ഒരു കൃഷി അല്ലെങ്കിൽ അഗ്രികൾച്ചർ എക്സ്പാൻഡ് ആയതോടുകൂടി എന്താണ് ആളുകൾ മറ്റു തൊഴിലുകളിലേക്കും പോയി. അങ്ങനെ കരകൗശലം, കച്ചവടം തുടങ്ങിയ മേഖലകളിലേക്ക് ആളുകൾ എത്തുകയാണ്. അപ്പോൾ
ആർട്ടിഫാക്ട്സ് റിക്കവേർഡ്, കുറച്ച് ആ ഒരു സൈറ്റ്സിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എർത്ത് ആൻഡ് പോട്ട്, ജ്വല്ലറി മേഡ് ഓഫ് ഗോൾഡ്, സിൽവർ, പ്രഷ്യസ് സ്റ്റോൺസ്, പേൾസ്, ഗ്ലാസ് വെയർ, സിൽക്ക്, കോട്ടൺ ടെക്സ്റ്റൈൽസ്, സ്കൾപ്ചേഴ്സ് ഇൻ ഐവറി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ട് ഉള്ള ആളുകളും തൊഴിലിലേക്കും ആരംഭിച്ചു. People engaged in the same craft gradually formed association. These came to be called as guilds or stranies. Government ratified the stranies members as of a strani had to abide by its rules. അപ്പോൾ എന്താണ്, അപ്പോൾ ഇങ്ങനെ ഒരേ തൊഴിൽ ചെയ്യുന്നവർ ഓരോ ഗ്രൂപ്പായിട്ട് മാറി, അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഫോം ചെയ്തു. അതിനെ നമ്മൾ ഗിൽഡുകൾ അല്ലെങ്കിൽ ശ്രേണീസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഓരോ ശ്രേണിയിൽപ്പെട്ട മെമ്പേഴ്സ് എന്ത് ചെയ്യണം, അവരുടെ ആ ഒരു ശ്രേണിയിലുള്ള റൂൾസ് ഫോളോ ചെയ്യണം. Trade and commerce. Internal trade flourished during the initial years of the Gupta rule. We have understood from the table about that various crafts existed along with agriculture. Such products made by the skilled craftsman were the chief items of trade. Textiles was one of the most traded products. Different types of textiles were manufactured on a large scale. അപ്പോൾ ആഭ്യന്തര കച്ചവടം, അതായത് ഇൻറ്റേർണൽ ട്രേഡ് ഫ്ലറിഷ് ചെയ്ത് ആ ഒരു ഗുപ്ത പീരീഡിലെ ആ ഒരു ഇനിഷ്യൽ ഇയേഴ്സ് ഇൻറ്റേർണൽ ട്രേഡ് ഫ്ലറിഷ് ചെയ്യാണ്. അപ്പോൾ ഒരുപാട് ക്രാഫ്റ്റ്സ് ആ കാലത്ത് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് എന്താണ്, ടെക്സ്റ്റൈലായിരുന്നു. അപ്പോൾ ആ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു. മുസ്ലിം, കാലിക്കോ, ലിനൻ എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ആ ഒരു ലാർജ് സ്കെയിലിൽ ആ ഒരു കാലഘട്ടത്തെ മാനുഫാക്ചർ ചെയ്തിരുന്നു. ദ ഗുപ്താസ് ഹാഡ് എക്സ്റ്റേണൽ ട്രേഡ് ലിങ്ക്സ് വിത്ത് വെസ്റ്റ് ഏഷ്യ, സെൻട്രൽ ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് റോം. New trade routes developed during the period. Gold, silver and copper coins of high quality were minted. Prominent traders known as Nagarashrestins and Satvaha had their role in the government. Vaishali, Patliputra, Kanauj, Shravasti, Kausambi, Ujjaini and Mathura were important centers of trade. അപ്പോൾ ആ ഒരു ഗുപ്ത പീരീഡിൽ ആ ഒരു എക്സ്റ്റേണൽ ട്രേഡ് ഉണ്ടായിരുന്നു, അതായത് മറ്റുള്ള രാജ്യങ്ങളുമായിട്ടും കച്ചവടം ഉണ്ടായിരുന്നു. വെസ്റ്റ് ഏഷ്യ, സെൻട്രൽ ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, റോം തുടങ്ങിയ പ്രദേശങ്ങളുമായിട്ട് ഗുപ്ത പീരീഡിന് ഗുപ്താസിന് എന്തായിരുന്നു, ട്രേഡ് ലിങ്ക്സ് ഉണ്ടായിരുന്നു. പുതിയ ട്രേഡ് റൂട്ട്സ് കണ്ടുപിടിക്കുന്നത് വഴി ആ ഒരു ട്രേഡ് കണക്ഷൻ ഇമ്പ്രൂവ് ആയി. പിന്നെ ഗോൾഡ്, സിൽവർ, കോപ്പർ കോയിൻസൊക്കെ, ഹൈ ക്വാളിറ്റി കോയിൻസൊക്കെ അച്ചടിച്ചിരുന്നു. പ്രോമിനൻറ്റ് ട്രേഡേഴ്സ്, അപ്പോൾ നഗരശ്രേഷ്ഠൻ, സർത്വാഹ തുടങ്ങിയ പ്രോമിനൻറ്റ് ട്രേഡേഴ്സ് അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന പ്രോമിനൻ്റ് ആയ ട്രേഡേഴ്സിന് എന്തുണ്ടായിരുന്നു, ഗവൺമെൻറ്റിൽ ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ടായിരുന്നു. വൈശാലി, പാട്ലിപുത്ര, കനൗജ്, ശ്രാവസ്തി, കൗസംബി, ഉജ്ജയിനി പിന്നെ മഥുര തുടങ്ങിയ സ്ഥലങ്ങളായിരുന്നു ആ കാലത്തെ ഇമ്പോർട്ടൻറ്റ് ട്രേഡ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗുപ്ത പീരീഡിലെ ഇമ്പോർട്ടൻറ്റ് ട്രേഡ് സെൻറ്റേഴ്സ് കാണിക്കുന്ന മാപ്പാണിത്. India's foreign trade declined following the collapse of the Roman Empire by the 6th century CE. Another reason for this was the Westerners had learned the technique of silk making from the Chinese. Decline of the foreign trade adversely affected the internal trade also. There was a dip in the movement of the craftsmen and artisans to different parts of the country for trade purposes. They confined themselves to their villages. This led to the ruralization of arts and craft. എന്താണ് ആ ഒരു ഇന്ത്യയുടെ ആ ഒരു ഫോറിൻ ട്രേഡ് 6ാം സെഞ്ചുറി BCയിൽ റോമൻ എംപയർ നശിച്ചതോടുകൂടി അല്ലെങ്കിൽ കൊളാപ്സ് ചെയ്യുന്നതോടുകൂടി ഒന്ന് ഡിക്ലൈൻ ചെയ്യുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, അതായത് ആ ഒരു ഫോറിൻ ട്രേഡ് കുറയാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചൈനീസിൽ നിന്ന് ആ ഒരു സിൽക്ക് ക്ലോത്ത്സ് മേക്കിംഗ് ആ ഒരു വെസ്റ്റേണേഴ്സ് പഠിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഫോറിൻ ട്രേഡ് കുറഞ്ഞതോടുകൂടി ആ ഒരു ഇൻറ്റേർണൽ ട്രേഡിനെ ഇത് ബാധിക്കുകയാണ്. അങ്ങനെ സിറ്റീസിൽ നിന്ന് മാറി ക്രാഫ്റ്റ്സ്മാൻസ് വില്ലേജസിലേക്ക് പോവുകയാണ്. അങ്ങനെ റൂറലൈസേഷൻ, ആ ഒരു ആർട്ടിൻ്റെയും ക്രാഫ്റ്റിൻ്റെയൊക്കെ റൂറലൈസേഷൻ നടക്കുകയാണ്. ദ സ്ലംപ് ഇൻ ട്രേഡ്, ദ ജനറൽ ഡിക്ലൈൻ ഇൻ ക്രാഫ്റ്റ്സ് ആൻഡ് റൂറലൈസേഷൻ ലെഡ് ടു ദ ഡിക്കേ ഓഫ് മെനി മേജർ ടൗൺസ്. അപ്പോൾ ഇത് കാരണം ഒരുപാട് ആ ഒരു റൂറലൈസേഷൻ സാധ്യമായതോടുകൂടി ഒരുപാട് മേജർ ടൗൺസ് ഒക്കെ നശിക്കുകയാണ്. സിറ്റീസ് ലൈക്ക് കൗസംബി, ഹസ്തിനപുര, അഹിഛത്ര, തക്ഷശില, അയോധ്യ, ഉജ്ജയിനി ആൻഡ് മധുര ലോസ് ദെയർ ഗ്ലോറി. ഇപ്പോൾ പ്രധാനപ്പെട്ട സിറ്റീസായ കൗസംബി, ഹസ്തിനപുര, അഹിഛത്ര, തക്ഷശില, അയോധ്യ, ഉജ്ജയിനി, മധുര തുടങ്ങിയ സിറ്റീസിനൊക്കെ അതിൻ്റെ ഗ്ലോറി നഷ്ടപ്പെടുകയാണ്. പ്ലേസസ് ദാറ്റ് വെർ ഡിസ്ക്രൈബ്ഡ് ബൈ ദ 1st century Chinese traveler Fa Heysen as large cities were mentioned by the 7th century traveler Huansang as villages. This description indicates the urban decay during this period. അപ്പോൾ 5ാം സെഞ്ചുറിയിൽ വന്ന ചൈനീസ് ട്രാവലറായ ഫാ ഹെയ്ൻ വലിയ സിറ്റീസ് എന്ന് ലാർജ് സിറ്റീസ് എന്ന് ഡിസ്ക്രൈബ് ചെയ്തിരുന്നതൊക്കെ 7ാം സെഞ്ചുറി BCയിൽ വന്ന ഹ്യുവൻസാങ് ചെറിയ വില്ലേജസ് എന്നാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ആ കാലത്തിനിടയ്ക്ക് എന്ത് സംഭവിക്കുകയാണ്, ഒരു അർബൻ ഡീക്കേ സംഭവിക്കുകയാണ്, അതായത് നഗരങ്ങളൊക്കെ നശിച്ച് ഗ്രാമങ്ങളായി മാറുകയാണ്. Social life, we have already discussed the various occupational groups that were formed in the Gupta period. The entry of new occupational groups and the coming of new peoples led to the formation of a number of subdivisions in the society.
It was impossible for the existing Varna system to accommodate all the new occupational groups. In these circumstances, each occupational group became a new jati or upajati. Besides the occupational groups, people who came from the outside subcontinent, the forest dwellers, and the children born of inter-caste marriages also formed new jatis. This made the caste system more complex. ഒരുപാട് അപ്പോൾ അന്ന് നിലനിന്നിരുന്ന ആ ഒരു ഒക്യുപ്പേഷണൽ ഗ്രൂപ്പിന് പുറമെ ഒരുപാട് ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ് കൂടെ ആ ഗുപ്ത പീരീഡിൽ വന്നതോടുകൂടി ആ ഒരു വർണ്ണ സിസ്റ്റത്തിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെയായി. അതുകൊണ്ട് പുതിയ ജാതികളും ഉപജാതികളും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടു. പുതിയ ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് സൃഷ്ടിക്കുന്നതിനനുസരിച്ച് പുതിയ ജാതി ഉപജാതീസൊക്കെ സൃഷ്ടിക്കപ്പെട്ടു. പിന്നെ അപ്പുറത്തു നിന്ന് വന്ന സബ് കോണ്ടിനെൻ്റിൽ നിന്ന് വെളിയിൽ നിന്ന് വന്നവർ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ വന്നപ്പോൾ പുതിയ പുതിയ ജാതീസൊക്കെ ഫോം ചെയ്തുകൊണ്ട് വന്നു. അങ്ങനെ കാസ്റ്റ് സിസ്റ്റം കൂടുതൽ കോംപ്ലക്സ് ആയി മാറുകയായിരുന്നു. There was no change in the position and the privilege of the Brahmins, Kshatriyas and Vaishyas in the new complex system that evolved. The Chinese traveler Hyang, who visited India in the 7th century, described Shudras as peasants. This description indicates the social status of the Shudras in the agricultural society. അപ്പോൾ ആ ഒരു കോംപ്ലക്സ് സിസ്റ്റം ആയെങ്കിലും ആ ഒരു കാസ്റ്റ് സിസ്റ്റം കോംപ്ലക്സ് ആയെങ്കിലും ആ ഒരു ബ്രാഹ്മൺ ക്ഷത്രിയാസ് വൈശ്യാസ് തുടങ്ങിയവരുടെ ആ ഒരു സിസ്റ്റത്തിന് വലിയ മാറ്റമൊന്നും അല്ലെങ്കിൽ പ്രിവിലേജിന് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ചൈനീസ് ട്രാവലറായ ഹ്യൂസാങ് ഇന്ത്യയിൽ വന്നിട്ട് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശൂദ്രാസ് ആസ് പെസൻസ് എന്നാണ്, അതായത് കൃഷിക്കാരെന്നാണ് ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു ശൂദ്ര കമ്മ്യൂണിറ്റിക്ക് അന്നത്തുണ്ടായിരുന്ന ആ ഒരു അഗ്രികൾച്ചർ സൊസൈറ്റിയിലുണ്ടായിരുന്ന ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അവിടെ കാണാൻ പറ്റും. Andyajas who were outside the Chaturvarnya system were considered untouchables. According to the lowest among the Andyajas were the graveyard keepers, the Chandalas and the animal skin tanners called Charmakaras. അപ്പോൾ എന്താണ്, അപ്പോൾ അതിനകത്ത് തന്നെ ആ ഒരു കാസ്റ്റ് സിസ്റ്റത്തിൽ തന്നെ അന്ത്യജാസ് എന്ന് പറയുന്നതാണ് ചാതുർവർണ്ണത്തിലെ ഏറ്റവും അൺടച്ചബിൾസ് ആയിട്ടുള്ള കൺസിഡർ ചെയ്യുന്നതായിരുന്ന കാസ്റ്റ്. അപ്പോൾ according to the lowest among the Andyajas were the graveyard keepers called Chandalas and the animal skin tanners called Charmakarar. എന്താണ് ആ ഒരു അന്ത്യജസ് തന്നെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്ന ഗ്രേവ്യാർഡ് കീപ്പേഴ്സായ ചണ്ഡാലാസിനെയും അനിമൽ സ്കിൻ ടാനേഴ്സായ ചർമ്മകരാറിനെയുമാണ്. ജനറലി വുമൻ ഹാഡ് എ സ്ലോ സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി ഈവൻ ദോ എ ഫ്യൂ ക്യൂൻസ് ലൈക്ക് പ്രഭാവതി ഗുപ്ത ഓഫ് ദ വകാഠക ഡൈനാസ്റ്റി were held in high esteem. All women from the queens to the women of the lowest section in the society were expected to be submissive to men. Even the upper class women did not enjoy the high position or consideration in the society. There is no evidence of land grasp received by even a Brahmin women. അപ്പോൾ എന്താണ്, വിമൻസിന് അധികം വലിയ ഒരു പവർ ഉണ്ടായിരുന്നില്ല സൊസൈറ്റിയിൽ. ഈവൻ ബ്രാഹ്മൺ വിമൻസിന് പോലും ഒരു ഭൂമി ഗ്രാൻഡായിട്ട് കിട്ടിയിരുന്നതായിട്ട് തെളിവുകളൊന്നുമില്ല. അപൂർവമായിട്ട് ചില ക്യൂൻസിനൊക്കെ പ്രഭാവതി ഗുപ്തയെ പോലുള്ള ചില ക്യൂൻസിന് മാത്രമായിരുന്നു ഒരു ഹൈ എസ്റ്റീം കിട്ടിയിരുന്നത്. സ്റ്റേറ്റ്, സെൻട്രൽ അതോറിറ്റി ആൻഡ് ലോക്കൽ പവർ. ഗുപ്ത പീരീഡിൽ നോക്കിയായിരുന്നു ഈ ഒരു ഗുപ്ത കിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ദ പീപ്പിൾ ഫ്രം അഗ്രഷൻസ്, പ്രൊട്ടക്ട് ബ്രാഹ്മൺസ്, ശ്രാമനാസ്, ബുദ്ധിസ്റ്റ് ജെയിൻ മോങ്സ് ആൻഡ് ദ വീക്കർ സെക്ഷൻസ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, അതായത് എതിർ ശത്രുക്കളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുക, പിന്നെന്താണ് ആ ഒരു പാവപ്പെട്ട ബ്രാഹ്മൺ, ബുദ്ധിസ്റ്റ് ജെയിൻസ് മോങ്സ് അല്ലെങ്കിൽ വീക്കർ സെക്ഷനിലുള്ളവരെ അവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് നീതിന്യായം നടപ്പാക്കുക. ഇതായിരുന്നു പ്രധാനപ്പെട്ട ഒരു 3 ചുമതലകൾ എന്ന് പറയുന്നത്. ദ ഗുപ്താസ് അലൗഡ് ദ റൂളേഴ്സ് ഓഫ് ദ ടെറിട്ടറീസ് ദേ കോൺകേർഡ് ടു കണ്ടിന്യൂ ആസ് സാമന്താസ് ഓഫ് ദ ഗുപ്ത കിങ്ഡം. They were given the autonomy in their respective areas. Guptas did not interfere in their matters of administration or succession, but they developed the elaborate administrative system in the areas where they ruled directly. എന്താണ് ആ ഒരു ഗുപ്ത പീരീഡിൽ രാജാക്കന്മാർ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ കോൺകർ ചെയ്തെടുക്കുന്ന ടെറിട്ടറീസിലെ രാജാക്കന്മാരെ അവരെ ഭരിക്കാൻ അനുവദിച്ചിരുന്നു. സാമന്ത രാജാക്കന്മാർ എന്ന നിലയിൽ ഭരിക്കാൻ അനുവദിച്ചിരുന്നു. പിന്നെ അവർക്ക് ആ ഒരു പ്രദേശത്ത് സ്വയംഭരണ അധികാരവും നൽകിയിരുന്നു. പക്ഷേ ഗുപ്താസ് ഡയറക്റ്റായിട്ട് ഭരിക്കുന്ന അടുത്ത് അവർ കൃത്യമായൊരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എലോബറേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. We have studied the socio-political developments of the Gupta period along with the art and Sanskrit literature developed during this period. In the field of art and architecture excelled. Many temples were constructed during this period. Let us study the
ഫ്യൂച്ചേഴ്സ്. എന്താണ് ആ ഒരു ഗുപ്ത പീരീഡിൽ ഒരുപാട് ആർട്ടിനും ആർക്കിടെക്ചറിനും ഒക്കെ വലിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നു. സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിനൊക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്താണ് സ്ട്രക്ചറൽ ടെമ്പിൾസിനൊക്കെ കൺസ്ട്രക്ഷൻ വരുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ് യൂസിങ് സ്റ്റോൺ ആൻഡ് ബ്രിക്സ്. സ്റ്റോണും ബ്രിക്സും ഒക്കെ യൂസ് ചെയ്ത് സ്ട്രക്ചറൽ ടെമ്പിൾസ് പണിയുന്നു. അതിൽ സ്കൾപ്ചേഴ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ അങ്ങനെ കൊത്തുപണികളൊക്കെ വരുന്നു. അപ്പോൾ ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തെ പ്രധാനപ്പെട്ട ടെമ്പിൾസാണ്. Some of the world famous paintings of the Ajanta of the cave belongs to the Gupta period. These paintings depict royal life, royal court and celestial beings. Scenes from the Ramayana and Mahabharata also become the themes of these paintings. Natural colors were used to paint these pictures and have survived several centuries and still remain graceful. അപ്പോൾ എന്താണ് ഒരുപാട് അജന്ത കേവ്സിലെ പോലെ ഒരുപാട് ഫേമസ് പെയിൻറ്റിങ്സ് വരികയാണ് ഗുപ്ത പീരീഡിൽ. ഗുപ്ത പീരീഡിലാണ് അജന്ത കേവ്സൊക്കെ, മഹാരാഷ്ട്രയിലെ അജന്ത കേവ്സൊക്കെ. രാജകൊട്ടാരത്തിലെ സദസ്സുകൾ, റോയൽ ലൈഫ്, സെലസ്റ്റിയൽ ബീങ്സ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡെപിക്ഷൻ അല്ലെങ്കിൽ ചിത്രങ്ങളുണ്ട്. രാമായണ മഹാഭാരത സീൻസൊക്കെ വരച്ചിട്ടുണ്ട്. അത് സാധാ നാച്ചുറൽ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സെഞ്ചുറീസ് കഴിഞ്ഞിട്ടും അത് ഗ്രേസ്ഫുള്ളായിട്ട് തന്നെ റിമെയിൻ ചെയ്യാനുള്ള കാരണം. Sanskrit literature received royal patronage during the Gupta period. Sanskrit was a language of administration. Even the Buddhists, who had been using common language like Pali, started writing in Sanskrit. അപ്പോൾ അതിനുശേഷം സാൻസ്ക്രിറ്റ് ഒരു രാജ്യത്തെ ആ ഒരു രാജാക്കന്മാരുടെ തന്നെ ഒരു പാട്രണേജ്, റോയൽ പാട്രണേജ് കിട്ടി. അതുപോലെ തന്നെ ആ ഒരു ബുദ്ധിസ്റ്റ് മോങ്സ്, അതായത് സാധാ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചാണ്. പാലി എന്ന് പറയുന്ന സാധാ ലാംഗ്വേജിലായിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവരും ആ ഒരു സാൻസ്ക്രിറ്റ് റൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ദ രാമായണ, ദ മഹാഭാരത ആൻഡ് മോസ്റ്റ് ഓഫ് ദ പുരാണാസ് were codified in written languages and converted into the present textual form during this period. ഇപ്പോൾ രാമായണ, മഹാഭാരത തുടങ്ങിയ അല്ലെങ്കിൽ ഒരുപാട് പുരാണാസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണ്, കോഡിഫൈ ചെയ്യുകയാണ്, റിട്ടൺ ലാംഗ്വേജിലേക്ക് മാറ്റുകയാണ്. ആ ഒരു ഇന്ന് കാണുന്ന ടെക്സ്റ്റ് ഫോമിലേക്ക് ആ കാലഘട്ടത്തിലാണ് മാറ്റപ്പെടുന്നത്. ഡ്രാമാസ്, പോയംസ്, ഗ്രാമർ ആൻഡ് ലെക്സിക്കോൺ were composed during this period. The given table shows some of the major texts of this period. അക്കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ടെക്സ്റ്റുകളാണ് കാണിക്കുന്നത്. അഭിജ്ഞാന ശാകുന്തളം കാളിദാസാണ് എഴുതിയ ഒരു ഡ്രാമയാണ്. കുമാരസംഭവം കാളിദാസൻ്റെ തന്നെയാണ്, പോയമാണ്. മൃച്ഛകതിക സുദ്രക ഡ്രാമയാണ്. സ്വപ്നവാസവദത്ത ഫാസയുടെ ഒരു ഡ്രാമയാണ്. ത്രിഖണ്ഡി ഭർത്തൃഹരിയുടെ ഒരു ഗ്രാമർ ബുക്കാണ്, ഗ്രാമറിനെ പറ്റിയുള്ള ഒരു വ്യാകരണ ഗ്രന്ഥമാണ്. അമരകോശം അമരസിംഹൻ്റെ ലെക്സിക്കോണാണ്. Although Sanskrit dramas are world renowned, when they were staged, only the so-called upper caste male characters spoken in Sanskrit. Women characters, including the queen, male characters belonging to caste considered lower, used only Prakrit languages. സാൻസ്ക്രിറ്റ് ഡ്രാമാസ് ആണെങ്കിൽ കൂടിയും എന്താണ് ആ ഒരു അപ്പർ കാസ്റ്റ് മെയിൽ ക്യാരക്ടേഴ്സ് മാത്രമായിരുന്നു സാൻസ്ക്രിറ്റിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. ബാക്കി വിമൻ ക്യാരക്ടേഴ്സൊക്കെ അല്ലെങ്കിൽ ലോവർ കാസ്റ്റ് എന്ന് കണക്കാക്കപ്പെടുന്ന സോക്കോൾ ലോവർ കാസ്റ്റ് മെയിൽ ക്യാരക്ടേഴ്സൊക്കെ എന്ത് ചെയ്യണം, പ്രാകൃതം എന്ന് പറയുന്ന ഭാഷകൾ അങ്ങനെയുള്ളെങ്കിൽ ആ ഒരു സാൻസ്ക്രിറ്റ് സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ആ ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗ്സ് ഒന്നും സാൻസ്ക്രിറ്റ് സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ല. The sixth system of philosophy, which laid the foundation of the Indian philosophical thought, also were formulated during this period. They took the shape of mutual debates. Let us familiarize these philosophies and their proponents. അപ്പോൾ ഒരുപാട് ഫിലോസഫീസ്, 6 സിസ്റ്റം ഓഫ് ഫിലോസഫീസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഫിലോസഫിക്കൽ തോട്ടിൻ്റെ ഒരു ബേസിക്സ് തന്നെ ആയിട്ടുള്ള 6 സിസ്റ്റം ഓഫ് ഫിലോസഫിയൊക്കെ ഈ കാലഘട്ടത്തിലാണ് ഫോമുലേറ്റ് ചെയ്യപ്പെടുന്നത്. ആ ഫിലോസഫിസം അതിൻ്റെ പ്രധാനപ്പെട്ട എക്സ്പോണൻസിനെ നമുക്ക് നോക്കാം. സംഖ്യ എന്ന് പറയുന്നത് കപില, യോഗ പതഞ്ജലി, ന്യായ ഗൗതമ, വൈശേഷിക ഖനാദ, വേദാന്ത ബദ്രായന, മീമാംസ ജാമിനി. Science. Books on science also were written in the Gupta period. Most of the works were on astronomy, mathematics and medical science. Notable works of the period are Brihat Samhita of Varahamitra, Aryabhatiya of Aryabhatta and Amarakosha of Amarasimha. ഒരുപാട് സയൻസ് ബുക്സ് ഒക്കെ ആ കാലത്ത് വരികയാണ്. ആസ്ട്രോണമി, മാത്തമാറ്റിക്സ്, മെഡിക്കൽ സയൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് സയൻസ് ബുക്ക് വരികയാണ്. അതിൽ 2-3 നമുക്ക് പഠിക്കാനുണ്ട്. ബൃഹത് സംഹിത വരാഹമിഹിരൻ്റെ ഒരു ബുക്കാണ്. ആര്യഭട്ടൻ്റെ ആണ്. അമരകോശ അമരസിംഹൻ്റെയാണ്. സൗത്ത് ഇന്ത്യയെക്കുറിച്ച് നമുക്കിനി നോക്കാം. We have discussed the granting of land to Brahmins by the Gupta rulers. The practice of land grants spread to South India by 6th century CE. ഗുപ്ത റൂളേഴ്സിൻ്റെയൊക്കെ ലാൻഡ് ഗ്രാൻസിനെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു. അത് 6ാം നൂറ്റാണ്ടോട് കൂടി അങ്ങോട്ട് വരികയാണ്, സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണ്. ദിസ് വാസ് ഡ്യൂ ടു ദ മൈഗ്രേഷൻ ഓഫ് ബ്രാഹ്മിൻസ് ഫ്രം നോർത്ത് ഇന്ത്യ ടു സൗത്ത് ഇന്ത്യ. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് സൗത്ത് ഇന്ത്യയിലേക്ക് ബ്രാഹ്മിൻസിൻ്റെ വരവോട് കൂടിയാണ് ഇത് വരുന്നത്. ദ പല്ലവാസ് ആൻഡ് ദ പാണ്ഡ്യാസ് വർ ഇമ്പോർട്ടൻറ്റ് ഡൈനാസ്റ്റീസ് ഓഫ് സൗത്ത് ഇന്ത്യ ഡ്യൂറിംഗ് ദിസ് പീരീഡ്. അപ്പോൾ ഈ പീരീഡിൽ പല്ലവാസും പാണ്ഡ്യാസും ആയിരുന്നു ഒരു പ്രധാനപ്പെട്ട രാജവംശം എന്ന് പറയുന്നത്. ദേ ഗ്രാൻറ്റഡ് ലാൻഡ്സ് ടു ബ്രാഹ്മിൻസ് ആൻഡ് ടെമ്പിൾസ്. ആസ് ദ റിസൾട്ട് ബ്രാഹ്മിൻസ് അറ്റൈൻഡ് ഹൈ സ്റ്റാറ്റസ് ഇൻ സൗത്ത് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് എക്കണോമി. അവരെന്ത് ചെയ്തു, ബ്രാഹ്മിൻസിന് ഭൂമിയും അതുപോലെ തന്നെ ടെമ്പിൾസിന് ഭൂമി ദാനം
ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ബ്രാഹ്മിൻസിന് ഹൈ സ്റ്റാറ്റസ് കിട്ടുകയാണ്. സൗത്ത് ഇന്ത്യൻ സൊസൈറ്റിയിലും എക്കണോമിയിലൊക്കെ ഒരു ഹൈ സ്റ്റാറ്റസ് കിട്ടുകയാണ്. ഗ്രാൻഡിങ് ഓഫ് ലാൻഡ് ടു ദ ബ്രാഹ്മിൻസ് ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ദിസ് ഏരിയ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ ആ ബ്രാഹ്മിൻസിന് കൃഷിയിൽ മറ്റു വലിയ അറിവ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ലാൻഡ് ദാനമായിട്ട് കിട്ടിയ വഴി സൗത്ത് ഇന്ത്യയിലും കൃഷി പ്രോസ്പെറൈസ് ചെയ്യാവുകയാണ്. Kings and local administrative bodies encouraged agriculture by building reservoirs and maintaining irrigation facilities. അതോടുകൂടി ഈ കിങ്സും ഈ ലോക്കൽ അഡ്മിനിസ്ട്രേഷനും ഒക്കെ എന്താണ് ഈ ബ്രാഹ്മിൻസിനൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണ്. വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ ചെയ്തു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുകയാണ്. There was agriculture progress in Pallava kingdom due to the activities of the temple controlled by the Brahmins. Surplus production in agriculture led to the progress of trade. Maritime trade flourished along the internal trade. Mahabalipuram was a busy port under the Pallavas. Nagapattinam was another port of trade. Merchant guilds and features of the Pandya trade. The merchant guilds were known as the Srenis in North India and came to be known as Vaniga communities in South India. Each guild specialized in a trade of particular product. അപ്പോൾ ഈ ഒരു അഗ്രികൾച്ചർ പ്രോഗ്രസ് ഉണ്ടാവുകയാണ് പല്ലവ കിങ്ഡത്തിൽ. ഒക്കെ ഈ ബ്രാഹ്മിൻസിൻ്റെ വരവോടുകൂടി അഗ്രികൾച്ചർ പ്രോഗ്രസ് ഉണ്ടാവുകയാണ്. സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടാവുകയാണ്. അതോടുകൂടി കടൽ വഴിയുള്ള കച്ചവടം കൂടുകയാണ്. മഹാബലിപുരം ഒക്കെ ഒരു വലിയൊരു പട്ടണമായിട്ട് വരികയാണ്. നാഗപട്ടണം അതിന് വേറൊരു പ്രധാനപ്പെട്ട പട്ടണമായിരുന്നു. ഒരു പാണ്ഡ്യ കിങ്ഡത്തിൽ എന്താണ് പുതിയ തൊഴിൽ സമൂഹങ്ങൾ വണിക, നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ശ്രേണീസ് എന്നാണ് അറിയപ്പെടുന്നത്. സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ വണിക കമ്മ്യൂണിറ്റി എന്നറിയപ്പെടുന്ന പുതിയ തൊഴിൽ ഗിൽഡുകൾ വരികയാണ്. Nagaratars were traders. Pepper, sandal, gold and pearls were the chief items of export. Items of export from the Pandyan kingdom. The Pandyas traded with Roman, Greek, Chinese and Arab merchants through the port of Korkai, Kayalpattanam and Periyapattanam. അപ്പോൾ നഗരത്താർ എന്ന് പറയുന്നവരായിരുന്നു ട്രേഡേഴ്സ്. പെപ്പർ, സാൻഡൽ, ഗോൾഡ്, പേൾസ് തുടങ്ങിയവയായിരുന്നു പ്രധാനപ്പെട്ട കയറ്റുമതി സാധനങ്ങൾ. റോമൻ, ഗ്രീക്ക്, ചൈനീസ്, അറബ് മെർച്ചൻ്റുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ എന്ന് പറയുന്നത് കോർക്കൈ, കായൽപട്ടണം, പെരിയപട്ടണം. എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ, ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് വെറൈറ്റി ഓഫ് ക്രാഫ്റ്റ്സ് ബിക്കം ദ സോഴ്സ് ഓഫ് റവന്യൂ ദ പല്ലവ ആൻഡ് ദ പാണ്ഡ്യ കിങ്ഡം. അപ്പോൾ ഇതൊക്കെ കാരണം, ഈ ഒരു ട്രേഡ് കാരണം, ഗ്രോത്ത് ഓഫ് ട്രേഡ് കാരണം, ക്രാഫ്റ്റ്സ് കാരണം, അഗ്രികൾച്ചർ കാരണം അവരുടെയൊക്കെ റവന്യൂ കൂടുകയാണ്. പല്ലവ, പാണ്ഡ്യ കിങ്ഡത്തിൻ്റെയൊക്കെ റവന്യൂ കൂടുകയാണ്. Land tax was a chief source of income. People had to pay 1/10 to 1/6 of the produce of land as land tax. Those engaged in different crafts had to pay taxes. At the same time, Brahmadheya, land granted to temples, and the Agraharas were exempted from tax. അപ്പോൾ ജനങ്ങൾ 10-1, 6-1 ഒരു പ്രൊഡക്ട്സിൻ്റെ ലാൻഡ് ടാക്സ് ആയിട്ട് കൊടുക്കണമായിരുന്നു. പല തൊഴിൽ ചെയ്യുന്നവർക്കും ടാക്സ് അടയ്ക്കണമായിരുന്നു. പക്ഷേ ഈ ഒരു ബ്രഹ്മധേയ, അതുപോലെ തന്നെ അഗ്രഹാരാസ് ഇവരെയൊക്കെ, അതായത് ടെമ്പിൾസിൻ്റെ ലാൻഡും അതുപോലെ തന്നെ ഒരു ബ്രാഹ്മൺ വില്ലേജസും ഒക്കെ എന്ത് ചെയ്തു, ടാക്സിൽ നിന്ന് ഒഴിവാക്കി. The Pallava Pandya societies were based on caste system. The Brahmins who received the large extents of land as Brahmadheyas were wealthy and have dominant status in society. അപ്പോൾ ഈ പല്ലവ പാണ്ഡ്യ സൊസൈറ്റി എന്ന് പറയുന്നത് കാസ്റ്റ് സിസ്റ്റത്തിന് ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്രാഹ്മിൻസിന് കുറച്ചുകൂടെ ഹൈ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. വെൽത്തിൻ്റെ കാര്യത്തിലായാലും ഒരു കാസ്റ്റിൻ്റെ കാര്യത്തിലായാലും ഡോമിനേറ്റ് ചെയ്തിരുന്നു. Those who were considered as low caste suffered many hardship. There were also sections outside the Varna system. ലോ കാസ്റ്റ് എന്ന് പറയുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. അവർ വർണ്ണ സിസ്റ്റത്തിൽ നിന്നും പുറത്തായിരുന്നു. This was the village autonomy in the Pallava Pandya kingdom. Village courts also existed. Education, justice were administered and disputes were discussed and settled through collective opinion. The kingdom did not interfere in such matters. Neither did they interfere. There was village autonomy in the Pallava Pandya kingdoms. Village courts were existed. Education, justice, etc. were administered and disputes were discussed and settled through collective opinion. The kingdom did not interfere in such matters. Neither did they interfere in the custom practice of the worships or caste rules. എന്താണ് വില്ലേജ് ഓട്ടോണമി ഉണ്ടായിരുന്നു, അതായത് ഗ്രാമ ആ ഒരു സ്വയംഭരണം ഉണ്ടായിരുന്നു പല്ലവ പാണ്ഡ്യ കിങ്ഡങ്ങളിൽ. അതായത് വില്ലേജ് കോർട്സ് എക്സിസ്റ്റ് ചെയ്തിരുന്നു. എഡ്യൂക്കേഷൻ, ജസ്റ്റിസ് ഒക്കെ അവർ കൂട്ടമായി ആയിരുന്നു ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിരുന്നത്. കിങ് ഇതിനകത്തൊന്നും ഇടപെടത്തില്ലായിരുന്നു. അപ്പോൾ അവരുടെ കസ്റ്റംസ്, പ്രാക്ടീസ്, വർക്ക്ഷിപ്പ് ഇതിലൊന്നും കിങ് ഇടപെടത്തില്ല. ജൈനിസം ആൻഡ് ബുദ്ധിസം വിച്ച് were studied earlier were flourishing in South India because of the Pallava period, but these religions declined with the increase of power of the Brahmins. Both Pallavas and Pandyas built Shaiva Vaishnava temples and encouraged Bhakti movement. അപ്പോൾ ജൈനിസം ബുദ്ധിസം ഒക്കെ ആ ഒരു സൗത്ത് ഇന്ത്യ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു പല്ലവ പീരീഡ്. അപ്പോൾ ഈ ഒരു ബ്രാഹ്മിൻസിൻ്റെ പവറിലേക്ക് വന്നതോടുകൂടി അതൊക്കെ ഒന്ന് ഡിക്ലൈനായി. പിന്നെ ഒരു ഭക്തി മൂവ്മെൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പാണ്ഡ്യാസൊക്കെ, ഒരുപാട് പല്ലവ പാണ്ഡ്യാസൊക്കെ ഒരുപാട് ശൈവ വൈഷ്ണവ ടെമ്പിൾസൊക്കെ പണിയുകയാണ്. Ideas of Brahminical religion and Bhakti were reflected well in the South Indian literary works of the period. Pallavas encouraged Sanskrit literature. The Pallava king Mahadeva Varman first was a Sanskrit scholar.
മധവിലാസ പ്രഹസന വാസ് റിട്ടൺ ബൈ ഹിം. അപ്പോൾ എന്താണ് ബ്രാഹ്മണിക്കൽ റിലീജിയൻ ഭക്തി മൂവ്മെൻ്റൊക്കെ ഭാഗമായിട്ട് സൗത്ത് ഇന്ത്യയിൽ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറൊക്കെ എൻകറേജ് ചെയ്യാണ് പല്ലവാസ്. പല്ലവ കിങ്ങായ മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ എന്ത് ചെയ്യാണ്, ഒരു സംസ്കൃത് സ്കോളറായിരുന്നു. അദ്ദേഹം മധവിലാസ പ്രഹസന എന്നൊക്കെ പറയുന്ന ബുക്കൊക്കെ എഴുതുകയാണ്. Temples of South India had been considerable influence on the life of the people at that time. Temples were the chief works of the period. Important temples of the period were situated in Kanchipuram, Mahabalipuram and Mathurei. South Indian style of temples construction was known as Dravidian style, evolved during the period of the Pallavas. അപ്പോൾ പല്ലവാസ് പീരീഡിലെ ദ്രവീഡിയൻ സ്റ്റൈൽ എന്ന് പറയുന്ന പുതിയ ആർക്കിടെക്ചർ, ടെമ്പിൾ കൺസ്ട്രക്ഷൻ ആർക്കിടെക്ചറൊക്കെ വരികയാണ്. കാഞ്ചീപുരം, മഹാബലിപുരം, മധുരയിലൊക്കെ ഈ പ്രധാനപ്പെട്ട ടെമ്പിൾസൊക്കെ വരികയാണ്. റോക്ക് ടെമ്പിൾസ്, മൊണോലിത്തിക് കാരിയോ ടെമ്പിൾസ്, സ്ട്രക്ചറൽ ടെമ്പിൾസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.